ഹോർമൂസിൽ ഇറാന്റെ വമ്പൻ രാഷ്ട്രീയ ചൂതാട്ടം. ലോക സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹോർമൂസ് കടലിടുക്ക് മിഡിൽ ഈസ്റ്റിൽ പുകയുന്ന പുതിയ യുദ്ധസമാനമായ അന്തരീക്ഷത്തിൽ വീണ്ടും ഒരു സ്ഫോടനാത്മകമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പേർഷ്യൻ ഗൾഫ് മേഖലയിലെ നിരവധി എണ്ണ സമ്പന്ന രാജ്യങ്ങൾക്ക് തുറന്ന സമുദ്രത്തിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായി പ്രവർത്തിക്കുന്ന ഈ ഇടുങ്ങിയ കടൽപാത ലോക ഊർജ വിതരണ സംവിധാനത്തിൽ അതീവ നിർണായക സ്ഥാനമാണ് കൈവരിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഏത് സംഘർഷവും ആഗോള സമ്പദ് വ്യവസ്ഥയെയും വ്യാപാര വ്യവസ്ഥയെയും നേരിട്ട് ബാധിക്കാൻ കഴിയും. ഇപ്പോഴത്തെ രാഷ്ട്രീയ സൈനിക പ്രതിസന്ധികൾക്കിടെ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അന്താരാഷ്ട്ര ശക്തികളുടെ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ എന്നീ തുല്യ ശക്തികൾ തമ്മിലുള്ള സംഘർഷം ശക്തമായതോടെ ഹോർമൂസ് കടലിടുക്ക് താൽക്കാലികമായി നിയന്ത്രണത്തിലാക്കിയതായി ഇറാൻ പ്രഖ്യാപിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതോടെ ഈ കടലിടുക്കിലൂടെ കടന്നുപോകുന്ന അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം തന്നെ വലിയ അനിശ്ചിതത്വത്തിലായി. അതിനിടെയാണ് ഒരു പുതിയ വിവരം പുറത്തു വന്നത്. ചൈനയുടെ നിലപാടിനോട് നന്ദി രേഖപ്പെടുത്തുന്നതിനായി ചൈനീസ് കപ്പലുകൾക്ക് മാത്രമേ സുരക്ഷിതമായി കടലിടുക്ക് കടക്കാൻ അനുവദിക്കൂ എന്ന തരത്തിലുള്ള സൂചനകൾ ഇറാൻ നൽകുന്നുവെന്നാണ് ചില അന്താരാഷ്ട്ര വൃത്തങ്ങൾ പറയുന്നത്. ഈ വിവരം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അത് ആഗോള വ്യാപാരത്തിനും രാഷ്ട്രീയത്തിനും വലിയ പ്രതിഫലനം സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതാണ്. ഹോർമൂസ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും നിർണായകമായ കടൽ വ്യാപാര പാതകളിൽ ഒന്നാണ്. സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ഖത്തർ, ഇറാഖ് തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയും പ്രകൃതിവാതകവും പ്രധാനമായും ഈ ഇടുങ്ങിയ കടലിടുക്കിലൂടെ തന്നെയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നത്. ദിവസേന ലോകത്തെ എണ്ണ വിതരണത്തിന്റെ ഏകദേശം 20% വരെ ഈ കടലിടുക്ക് വഴിയാണ് കടന്നു പോകുന്നതെന്നാണ് അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസികളുടെ കണക്ക്. അതിനാൽ തന്നെ ഈ പാതയിൽ ഉണ്ടാകുന്ന ചെറിയ തടസ്സം പോലും ആഗോള എണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാക്കാൻ ശേഷിയുള്ളതാണ്. അതേസമയം അമേരിക്കയും ഈ വിഷയത്തിൽ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യമായാൽ അമേരിക്കൻ നാവികസേന എണ്ണ ടാങ്കറുകൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷാ അകമ്പടി നൽകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോകത്തേക്കുള്ള ഊർജ്ജ വിതരണത്തിന്റെ സ്വതന്ത്ര പ്രവാഹം തടസ്സപ്പെടാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ടാങ്കറുകൾ സുരക്ഷിതമായി കടലിടുക്ക് കടക്കാൻ അമേരിക്ക നേരിട്ട് ഇടപെടാൻ തയ്യാറാണെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകിയത്. ഹോർമൂസ് കടലിടുക്ക് ദീർഘകാലം തടസ്സപ്പെടുകയാണെങ്കിൽ അതിന്റെ ആഘാതം ആഗോളതലത്തിൽ വൻതോതിൽ അനുഭവപ്പെടും. എണ്ണവില കുത്തനെ ഉയരുകയും അതിന്റെ പ്രതിഫലനം ലോക സമ്പദ് വ്യവസ്ഥയിലും സാധാരണ ജനങ്ങളുടെ ജീവിതത്തിലും പ്രകടമാവുകയും ചെയ്യും. പ്രത്യേകിച്ചും ഏഷ്യൻ രാജ്യങ്ങൾ, ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയവ ഈ പാതയിലൂടെ എത്തുന്ന എണ്ണയിൽ വലിയ ആശ്രയമുള്ളതിനാൽ ഇവയ്ക്ക് വലിയ വെല്ലുവിളി നേരിടേണ്ടി വരാം. അതിനാൽ തന്നെ ഹോർമൂസ് കടലിടുക്ക് ഇപ്പോൾ ഒരു സാധാരണ സമുദ്രപാത മാത്രമല്ല, ആഗോള ശക്തികളുടെ രാഷ്ട്രീയവും സാമ്പത്തികവും സൈനികവുമായ താൽപര്യങ്ങൾ ഏറ്റുമുട്ടുന്ന നിർണായക തന്ത്രപ്രധാന കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഇറാൻ ചൈനീസ് കപ്പലുകൾക്ക് മാത്രം അനുമതി നൽകുമോ? അമേരിക്ക അതിനെ എങ്ങനെ നേരിടും? അന്താരാഷ്ട്ര സമൂഹം ഈ പ്രതിസന്ധിയെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.